രസകരമായ ഒരു സ്കിറ്റുമായിട്ട് ഇനി വേദിയിലേക്ക് വരാൻ പോവുകയാണ് ടീം കോമിക് റൈഡേഴ്സ്. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമണി എന്റെ കരൾ കൊമ്പിലും ചാറ്റുമഴ ചോലയിൽ വന്നു. പണ്ടത്തെ പോലെ എന്നെ വലിയ മൈൻഡൊന്നും ഇല്ല ഇപ്പം. അതെ, പണിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞു. തൂത്തുവാരി കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. ഞാൻ കിടക്കുന്ന ആദ്യം തൂത്തുവാരും. അത് ഞാൻ തൂത്തുവാര്. അതെ, ഞാൻ പാട്ടൊക്കെ പാടും. ശരിക്കും സൂപ്പറായിട്ട് പാടുവോ? കിടക്കാഴ്ചയായിട്ട് പാടി. അയ്യോ, എനിക്കൊക്കെ പാട്ട് ഭയങ്കര ഇഷ്ടാ. ആണോ? ഒന്ന് പാടിക്കേ. ചെമ്പകപ്പൂങ്കാറ്റിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ. ചെമ്പകപ്പൂങ്കാട്ടിലെ പാട്ട് പാടിയപ്പോ ഇതാ ഈ മാനല്ലടാ, പിന്നെ മയില്. എടാ, ഈ കാട്ടിലെ ചെറിയ പക്ഷിയാണ് ഈ ഇരിക്കുന്നത്. പക്ഷെ ഈ കാട്ടിലെ ഏറ്റവും വലിയൊരു മൃഗമുണ്ട്. ആരാണെന്ന് അറിയാമോ? സിംഹം. അത് ഞാനാണടാ. ഞാൻ ഓരോരുത്തരുടെ കാരന്മാര് എന്റെ കട പൂട്ടാൻ വേണ്ടി തന്നെയാണ് നീ ഇവിടെ നിക്കണത്. നല്ല ക്ഷീണം നിങ്ങൾക്കെല്ലാം അറിയാലോ, ഞാൻ സാധാരണ 9:30 മണിക്കാണ് ഇവിടെ ചായ അടിക്കാറുള്ളത്. പിന്നെ നീയൊക്കെ എന്തിനാ ഈ 7:30 മണിക്ക് ഇവിടെ വന്നിരിക്കുന്നത്? 6 മണിക്ക് ഈ ചേച്ചി ഇങ്ങോട്ട് വരുന്ന കണ്ടു, അതാ ഞങ്ങൾ നേരത്തെ പോകുന്നത്. മാറിയും തിരിഞ്ഞായിട്ട് നിന്നുള്ള പറഞ്ഞാട്ടാ. ഡേയ്, തിരി എത്തിക്കാൻ പോയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ ചായ എടുത്തോളൂ. പറഞ്ഞ മനസ്സിലായി. ഇതിനിടയ്ക്ക് ബഹളം കാണിക്കരുത്. അണ്ണാ, തിരിയെത്തിക്കാൻ പോകുമ്പോഴേ ഭക്തിഗാനം പാടുന്ന ഒരു കവി ഉണ്ടല്ലോ, നമ്മളെ കമ്മലട്ട സുരേന്ദ്രൻ. അവൻ ഇവിടെ കുറച്ച് പറ്റ് തരാൻ പൈസ തരാണ്ട്. അപ്പൊ എന്റെ കറണ്ട് മുങ്ങി അടക്കുകയാണ്. പിന്നെ ഈ തിരി എത്തിക്കുമ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്ന് 10 മതി ഇവിടെ വന്ന് ഇരിക്കും. സൂപ്പർ പാട്ടാണ്. എനിക്ക് അവനാണെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ല. കാരണം പറഞ്ഞാൽ അവൻ ഇവിടെ നിന്ന് പാട്ട് പാടുന്നതുകൊണ്ടാണ് ഈ നാട്ടുകാരൊക്കെ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നത്, എന്റെ കച്ചവടം നടക്കുന്നത്. പിന്നെ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റും. അറിയാമോ? പിന്നല്ലാതെ സ്റ്റുഡിയോയിൽ ബുക്ക് നോക്കാതെ പാടുന്ന ആളാണ്. കഴിവ് തന്നെ പാടെന്ന് പറഞ്ഞാ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ തിരി കത്തിച്ചിട്ട് ചായ തരാം. ദൈവമേ രക്ഷിക്കണേ, ഈശ്വര കാത്തുകൊള്ളണേ, ഈശ്വര ഭഗവാനേ. എന്തുവാടി ഇത്? അയ്യോ, ഞാൻ തൊഴാൻ വന്നതാണ്. എടി, ഞാൻ തിരി കത്തിക്കുമ്പോഴാണ് നീ തൊഴാൻ വന്നത്. എടി, മാറി തിരിഞ്ഞ് അങ്ങോട്ടാ പോടേ. അല്ല പിന്നെ നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ കയറി വരും. കട പൂട്ടിക്കാൻ തന്നെ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ഞാൻ തിരി എത്തിക്കാൻ പോവാണ്. കമ്പിയോട് കുത്തി കൊന്നോളാം തന്നെ. ഈ പുള്ളി തിരികെ കത്തിച്ചിട്ട് എപ്പോ ഒന്ന് ചായ തന്നെ? അല്ലയാ, തിരി കത്തിച്ചിട്ട് എനിക്ക് ചായയും വടയും തരും. നീ അടങ്ങുന്നു. ചായ കിട്ടിയാലും കുഴപ്പമില്ല, പിന്നെ വട കിട്ടിയാലും മതി. വട കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും. അപ്പൊ നീ എന്നെ പോലെ അല്ല, സെയിം പിച്ച്. ഭഗവാനേ, ഈശ്വര, ഇന്നെങ്കിലും എന്റെ അച്ചപ്പം പൊടി പൊടിക്കണേ. അച്ചപ്പം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ബോണ്ടായും പരിപ്പോടും എല്ലാം പൊടി പിടിച്ചിരിക്കുക. അച്ചപ്പ അല്ല, എന്റെ കച്ചവടം പൊടി പൊടിക്കണെന്നാ പറഞ്ഞത്. രക്ഷിക്കണേ, ആദ്യം മൊത്തം ഈ അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. മനസ്സിലായി? ഇതോ അമ്മച്ചിയെ കണ്ട? അവരാണ് എന്റെ കടയിൽ സ്ഥിരമായിട്ട് ആഹാരം കഴിക്കാൻ പറഞ്ഞത്. ചാച്ചിക്ക് അമ്മച്ചിക്ക് വേണ്ടിട്ട് ഇന്ന് സ്പെഷ്യൽ പഴം പൊരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ നാത്തൂനൊക്കെ സുഖാരിക്കന്നെ. എന്തൊരു അമ്മച്ചിക്ക് വേണ്ടിട്ട് ഉഗ്രം പഴം പോരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കണം. ചായക്കടയിൽ നിന്നും പഴംപൊരി വാങ്ങിച്ചെടുത്ത അമ്മച്ചിയെ അത്യാസന നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി. നീ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനല്ലല്ലോ, സ്വന്തം ലേഖനല്ലേ. വേണ്ടേ? അയ്യോ, നമസ്കാരം. ഒരുപാട് നാളായല്ല കണ്ടിട്ട്. ഈശ്വര, ചേച്ചി നല്ല അടിപൊളി പഴം പൊരിയുണ്ട്. വേണ്ട, സ്പെഷ്യൽ ഉണ്ട്. എന്റെ ഈ പെരുവെള്ളം ഉണ്ടാക്കി ഉഴുന്ന് വടയുണ്ട്. കഴിക്കില്ലല്ലേ ചേച്ചി? അയ്യോ, എനിക്ക് വേണ്ട. ചേട്ടനൊക്കെ സുഖാരിക്കണം. നാത്തും സുഖാരിക്കണേ. നാത്തും സുഖാരിക്കണാന്ന് കാണണോന്ന് പറഞ്ഞു. ചേട്ടൻ സുഖാരിക്കണ? സുഖമായിട്ടിരിക്കുന്നു. പ്രത്യേകം കാണണോന്ന് പറഞ്ഞിട്ടുണ്ട്. കുടിയൊക്കെ നിർത്തി നല്ലോണം പറയാൻ മതി. സ്വന്തം ഭർത്താവ് കൂച്ചൂലെന്ന് പറയാൻ മതി. സ്വന്തം ഭർത്താവ് നമ്മളും കൂച്ചും കേട്ടാ. കഴിക്കണം. കഴിക്കണം. ആർക്കും വേണ്ട. നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇവിടെ ആർക്കും വേണ്ട. ആർക്കും വേണ്ടേ? ഇന്ന് നിങ്ങൾക്ക് ആർക്കും ചായയില്ല, വടയില്ല, പഴം പൊരിയില്ല. നിങ്ങൾക്കില്ല. പോടാ വളർന്ന്. ആർക്കുമില്ല. അയ്യാ,
നിനക്ക് ഒരു മണി നീ എവിടെ പോണു നീ? ഞാൻ പോവാ. എടി ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോടെ നീ? 10-32 വർഷമായി ഞാൻ ഇവിടെ നിൽക്കുന്നു. ആ. അണ്ണൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ അനുസരിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോട്ടെ, അകത്ത് കയറി പോ. വേണ്ട. അകത്ത് കയറി പോവാൻ. അണ്ണൻ എന്നെ എടി വിശ്വാസമില്ല. ഞാൻ അറിയാതെ എന്തെങ്കിലും നിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമി, അകത്ത് കയറി പോ. ഞാൻ പോവില്ല. നീ പോടാ നീ പോണെങ്കിൽ അങ്ങോട്ട് പോകാൻ കേട്ടോ. ഞാൻ പോവില്ല അണ്ണൻ. പോ നീ പോ. എന്നെ വിളിക്കേ. പിന്നെ നീ പോണെങ്കിൽ പോയിക്കോ. ഞാൻ പോവില്ല. ആ പിന്നെ അകത്തോട്ട് കയറി. ശമ്പളം കൂട്ടി തരുമോ? അതൊക്കെ കൂട്ടി തരാം. പോ അകത്ത് കയറി പോ. പോ പോ പറയാൻ പോലെ ഞാൻ ഓല കയറി പോ അകത്ത്. നിന്റെ തുളുമ്പുന്ന യൗവനം കണ്ടു ഞാൻ ഇന്നലെയുറങ്ങിയില്ലെന്നോമലേ. ഒരു ചായ പാലില്ല, എങ്കിലൊരു കട്ടൻ വെള്ളമില്ല, പിന്നെന്തുണ്ട് ഈ കവിക്ക് കഴിക്കാൻ? തന്റെ പറ്റു തീർക്കാത്ത ബുക്ക് മാത്രം. പറ്റു തീർത്തിട്ടില്ല, കണക്ക് പറ തീർക്കണം കേട്ടാ. മങ്ങിയ പറ്റുകൾ കണ്ടു മടുത്തു. കണ്ണട ഇനി വേണ്ട, ഈ ബുക്കുകൾ ഇനി വേണ്ട. ആ എനിക്ക് ഈ ബുക്ക് എനിക്ക് വേണം കേട്ടാ. നിന്റെ പറ്റ് കണക്ക് എഴുതടാ, ഇല്ലെങ്കിൽ നീ പറ്റിച്ച് കളയുന്നേ. സംഗീതത്തെ കുറിച്ചാണ് എന്താണ് അഭിപ്രായം? സംഗീതം നല്ല കൊച്ചല്ലേ. ഇന്നലെയും കൂടി അവളെ കല്യാണത്തിന് ഞാൻ പോയതാണ്. കൊല്ലത്താണ് അയച്ചത്. അയ്യോ സംഗീതമല്ല, സംഗീതം പാട്ട്. സംഗീതം എന്ന് പറയുന്നത് അലതല്ലി ഒഴുകുന്ന ഒരു പുഴയാണ്. ആഹാ. ഈ പുഴയിൽ എന്നും സന്ധ്യയ്ക്ക് ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? കുളിച്ചും കാണാനല്ലേ? അതൊന്നുമല്ല, ഈ സംഗീതപരമായിട്ടുള്ള ആൾക്കാർ കുളക്കടവ് കുളിച്ചീൻ അങ്ങനെയൊന്നും കാണത്തില്ല. സാധകം അത് നല്ല കാര്യം, അത് നല്ല കാര്യം. സാധകം ചെയ്യണം, നല്ലതാണ്. പിന്നെ ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടം കൊണ്ട് പാടി. ഒരു പാട്ടം കഴിച്ചു തീർച്ചയായിട്ടും ആൾക്കാർ കൊണ്ട് കയറട്ടെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു 4 വരി ഗാനം ഞാൻ അടർത്തിയിടാൻ പോവുകയാണ്. തോട്ടമെല്ലാം വേണം അടർത്തിയിടാൻ. പക്ഷെ അതല്ല, ഉരിയാടാമെന്ന്. ഊരി ഇട്ടാ കൊള്ളാം. നീ ചായ കുടിച്ചിട്ട് അത് എടുത്തോണ്ട് പൊക്കോളാം. എന്തോന്ന് ഇപ്പൊ ഊരി ഇട്ടതേ. പക്ഷെ അതല്ല, ആലപിക്കാമെന്ന്. ആലപിച്ചാ എന്നാ ഒരു കാര്യം ചെയ്യ്. ഞാൻ തിരികെത്തിച്ചല്ലേ, നല്ലൊരു ഭക്തി ഞാൻ ആലപിച്ചേ. ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുന്നു. ഉരുകാതെ നെഞ്ചം ഉണക്കാതെ നെഞ്ചം പൊന്മാന ഉണ്ണை തേടുത് ராசாத்தி ஒன்னே കാണാതെ നെഞ്ചം കാറ്റാടി പോലാകുതേ. സുരേന്ദ്ര നിമിഷ നേരം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലോട്ട് പോയി. അതാണ് നിമിഷ കവി. എടാ നിനക്ക് വേറെ പാട്ടൊന്നും ഇല്ലടാ? വേറെ പഴയതുണ്ട് പുതിയതുണ്ട്, ഏത് വേണം? എനിക്ക് പുതിയതുണ്ടാണ് ഇഷ്ടം. അല്ല പുതിയ പാട്ടാണ് ഇഷ്ടമെന്ന്. എന്നാ പിന്നെ പഴയത് പിടിക്കാം. തുളുമ്പും മാതകം ഒരു പാനപാത്രം എന്റെ ചോറ്റുപാത്രം. തുളുമ്പും മാതകം ഒരു പാനപാത്രം എന്റെ തൂക്കുപാത്രം. തൂക്കുപാത്രമല്ല, വലിയ അണ്ടാവും. ഇവിടെ വേറെ പാട്ടൊന്നും ഇല്ലടാ നിനക്ക്? വേറെ പഴയ ചിത്രമായ മമ്മൂട്ടി അഭിനയിച്ച കാതോട് കാതിൽ ദൂരം. കാതിൽ ദൂരമല്ല, കാതിൽ വലിയ പൊത്താ. നീ ചെലത്തോണ്ടിരിക്കില്ല, ഞാൻ എന്തോന്ന് ചെലക്കാൻ. അതല്ലല്ലോ റഹ്മാൻ അഭിനയിച്ച ചെലമ്പിലെ പാട്ട് താരും. ചെലമ്പിലെ പാട്ടാണ്. അതാണ് നല്ല പാട്ടല്ലേ അത്? നല്ല സൂപ്പർ പാട്ടല്ലേ? പാട് കേട്ട്. 1 2 3 4 5 6 7 അതെന്തോന്നു? അല്ല ചേട്ടൻ കൂടെ പിടിക്കും. കൂടെ പിടിക്കണ്ട. പിച്ച് പിച്ച് എന്തോന്നടാ? നിങ്ങളല്ലേ പറഞ്ഞ പിച്ചായി? എടാ ഞാൻ പാട്ടിലെ പിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. പാട്ടിലെ പിച്ചാ. എന്റെ അമ്മോ, ഓ രക്ഷയില്ല. ശാന്തേ, ആ നീ പലഹാരപ്പെട്ടി വല്ല തുറന്നാടി. തുറന്നായിരുന്നു. നിന്റെ അടുത്ത് ആരെങ്കിലും തുറക്കാൻ പറഞ്ഞാടി ഭൂദേവി. പറഞ്ഞേ പാടാല, കുഴപ്പമില്ലല്ലോ. പഠിക്കോ, ഇവിടെ വിഷയമൊന്നുമില്ല. താരും ചിരട്ട തന്നെയാ. അത് കുഴപ്പമില്ല. സൂപ്പർ. പഠിക്കും. താരും
പൊങ്ങും പിന്നെയും താരും പിന്നെ താരും പൊങ്ങും പിന്നെയും താരും പിന്നെ താരും. പിന്നെ നീ കാര്യം എവിടെ 6 മണ്ണില് ഇവിടെ വേറെ പാട്ടൊന്നും ഇല്ലേടാ നിനക്ക്. ഇനി വേറെ പാട്ടൊന്നും പാടാം. പിന്നല്ലാതെ വിനു ചേട്ടാ അറിയാ കവി മനസ്സിലായോ? സ്വന്തമായിട്ട് മ്യൂസിക് ബാൻഡുള്ള ആളാണ്. ആണാ? അതെ, സ്വന്തമായിട്ട് മ്യൂസിക്കൽ ബാൻഡ് ഉണ്ട്. എന്റെ മ്യൂസിക്കൽ ബാൻഡിന്റെ പേര് കേട്ട നിങ്ങളുടെയൊക്കെ വായിന്ന് വെള്ളം ഊറുന്ന സത്യം. ആണ്? ഓ സീരിയസ് ആയിട്ട്. എന്താണ് പേര്? പാളംപുളി മ്യൂസിക്കൽ ബാൻഡ്. വെള്ളം ഊറി കേട്ടാ. ഇപ്പം വെള്ളം വരും. അതാണ് നമ്മൾ ഈ സുഖിപ്പിച്ച് പാടുന്ന ആൾക്കാരാണ് നെൽസണ്ണ. ഉറപ്പാണോ? ഉറപ്പാണ്. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് പാട്ടുണ്ടല്ലോ അത്. ഓ നമ്മുടെ ജിമിക്കും കമ്പലും ജീവിക്കും കമ്പനി. അത് സൂപിച്ച് പാടാൻ പറ്റുമോ? പിന്നെന്ത്? ഉറപ്പാണോ? തീർച്ചയായിട്ടും ഒന്ന് പാടാം. പാടിയൊക്കെ നിന്റെ അമ്മയുടെ കീറിയ അല്ല എന്റെ അമ്മയുടെ ജിമിക്കും കമ്മല് എന്റെ അപ്പൻ കട്ടോണ്ട് പോയല്ലോ. പൊന്നും തേനും വായമ്പൂമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ. ഇതാണ് ഞാൻ ഒരൊറ്റ സാധനം ഉറക്കാത്തത്. അതിനിടയ്ക്ക് വ്യാജനം നോക്കിയമാര് കഷ്ടം. അല്ല കടുപ്പത്തിലൊരു ചായ. ഇപ്പൊ തരാം. അയ്യോ അത്ര കടുപ്പം വേണ്ട. പിന്നെ ആ, പിന്നെ ഇവിടെ ചീഞ്ഞ തക്കാളിയും മളിഞ്ഞ മുട്ടയും വിൽക്കുന്നെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഈശ്വരാ, ഇതാ. ചീഞ്ഞ തക്കാളി അവഞ്ഞ മുട്ടമ്പല ഇരിപ്പുണ്ടെന്നാ. എടാ, അതല്ലേ ഉള്ളൂ. അതെ ഫുഡ് ഇൻസ്പെക്ടർ ആണെന്ന് തോന്നുന്നു. ആണോ? അവിടെ ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറ- അല്ല സാറേ, ആ. ഇവിടെ ചീഞ്ഞ മുട്ടായി അവിഞ്ഞ തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല. ഇല്ല. ഇവിടെ എല്ലാം ഫ്രഷ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതെ മറ്റു കടകളിൽ മറ്റു കടലിൽ ഈ പഞ്ചായത്തിലെല്ലാം ഫ്രഷ് ഐറ്റം മാത്രമേ ഉള്ളൂ. ഈ ചീഞ്ഞ തക്കാളിയും അവിഞ്ഞ മുട്ട ഇപ്പൊ ചോദിക്കേണ്ട കാര്യം. ഇവിടെ തൊട്ടടുത്ത് ഒരു കഥാപ്രസംഗം നടക്കുന്നുണ്ട് കേട്ടോ. ആ അപ്പൊ കാതികനായിട്ട് എറിയാൻ വേണ്ടിയാ. ആയിരിക്കും. ആ കാതികൻ ആരെന്ന് അറിയണ്ടേ? ഇല്ല. ഞാനാ ഛേ, പന്തളം രാജൻ. ഇത് ശരി. ഓ ആ. പിന്നെ മറ്റൊരു കാര്യം, ആ. ആരെങ്കിലും ചീഞ്ഞ തക്കാളിയും അളിഞ്ഞ മുട്ടയും വന്ന് ചോദിച്ച് ആ. ഇല്ലെന്നും പറഞ്ഞ് ഉരുളക്കിഴങ്ങ് ഉള്ളിയൊന്നും എടുത്ത് കൊടുത്തോളല്ലേ, അതെന്താണ്? അവരെന്നെ എറിഞ്ഞു കൊല്ലും. ആഹാ. ഓ അത് ചിലപ്പോ പന്തള രാജൻ. പന്തള രാജൻ. ആരോടനച്ചു ഞാൻ പാടാ പന്തള രാജ. താമര നൂലുകൊണ്ടാലോലം. ആലോലം. ആലോലമഞ്ചു ഞാൻ പാടാ താമര നൂലുകൊണ്ടാലോ. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഈ തിരക്ക് കാരണം എല്ലാം വിട്ടു വേണം. സോറി, ക്ഷമിക്കണം. ഇപ്പൊ കൊണ്ടുവരാം. ആ, പത്ത് കാശൊക്കെ പിന്നെ തരാം. ഇപ്പൊ കഴിക്കാൻ കൊണ്ടുവരാം. എന്തെങ്കിലും. അത് കുഴപ്പമില്ല. നീ ഇവിടെ പാട്ട് പാടിയില്ലേ? ഇതാ, കഴി. ഏയ്, ഇതെന്തോന്നാ വൃത്തിയായിട്ടല്ല. വൃത്തിയായിട്ടല്ലേ? ഇതിന് മൊത്തം കാക്കക്കൂഷ്ടം. കാക്കക്കൂഷ്ടം? അല്ല കാക്കക്കാഷ്ടം. എടാ, ഞാൻ ഈ തിരക്ക് കാരണം വിട്ടുപോയി. ക്ഷമി. വൃത്തിയില്ലാണ്, നമ്മൾ എടാ, കുറച്ച് വൃത്തിയാക്കിയത് ധൈര്യമായിട്ട് തിരക്ക് കാരണം വിട്ടുപോയി. അന്ന് നമുക്ക് വിഷയമല്ലല്ല. ഇപ്പൊ വൃത്തിയായില്ലേ? കീറയൊക്കെ മാച്ച്. ഇപ്പൊ നിനക്ക് പെറോട്ടോണ ഇറക്കിയോളോ? പെറോട്ട മതി. ഇപ്പൊ കൊണ്ടുവരാം. നീ സമാനപ്പുറം ഒന്ന് അടങ്ങടേ. നീ പെറോട്ട ഇവിടെ ഇരിക്കുന്നത്. ആ തിന്നു. അതിൽ വെക്കണ്ട, പിന്നെ കൈ തന്നാ മതി. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ഇപ്പൊ അറിയാൻ പറ്റും. ഡേയ്, ഇവൻ എവിടെ കണ്ടു നല്ല പരിചയം. ആടാ, ഊരടാ, കള്ളനാടാ നീ. വിക്കൂടാ, വിക്കൂ. ഉരുക്കാടാ ഇത്. ഊരടാ. പല്ല് ഊരടാ. വെപ്പ് പാലാടാ. ഊരടാ. ഊരടാ പല്ല്. എടേ, എടേ, സ്ഥലത്ത് എടേ, പ്രശാന്ത്. പ്രശാന്ത്. ഫസ്റ്റ് എടാ, കിട്ടിയ നിന്നെ വിന്നർ. എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്? നീ എന്ത് ഇവിടെ? എടേ, കോമഡി മസാലയിൽ ഒരു വേഷം തരാന്ന് പറഞ്ഞു. ബാലന്റെ വേഷം? ബാലന്റെ വേഷം Serious ആയിട്ട്? നെൽസേണം പറഞ്ഞു. ആ, അപ്പൊ എവിടെയൊക്കെ പോയാലും അവസാനം കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരും. കറങ്ങി ഇവിടെ വരുവോളോ? എടാ, എന്തായാലും നിന്റെ ഡാൻസ് ഒന്ന് കാണണം. വലിയ ആഗ്രഹം. സത്യം കുറെ നാളെ കണ്ടിട്ട്. സൂപ്പർ. കിടുക്കി കളഞ്ഞു. ആ, അടിപൊളി. ആ, അവന് സ്പെഷ്യൽ ചായ ഉണ്ടല്ലോ. ഡേയ്, അവിടെ നില്ല്, മാറി നില്ല്. എന്റെ വക ഒരു സ്പെഷ്യൽ ചായ. അയ്യോ, ഇതല്ല. പ്രശാന്ത് എവിടെയാ? കുടിക്ക്. ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഫുഡ് ഇൻസ്പെക്ടർ. ഏ? ഫുഡ് ഇൻസ്പെക്ടർ. അയ്യോ, എന്തിനാ അവിടെ ഇങ്ങോട്ട്, ഇങ്ങോട്ട്.
അല്ല നിങ്ങൾ ഈ ഹോട്ടലില് വൃത്തിഹീനമായിട്ടുള്ള ആഹാര സാധനങ്ങൾ വിൽക്കുന്ന കംപ്ലൈന്റ് കിട്ടി. അയ്യോ അങ്ങനെയൊന്നുമില്ല. അത് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥരാണ് ഞാൻ. സാർ അങ്ങനെയൊന്നുമില്ല സാർ, അങ്ങനെ അതാ നാട്ടുകാർ ചുമ്മാ പറയുന്നതാ. ഇത് നോക്കൂ, ഈ എൻഡോസൾഫാനും അജിനോമോട്ടയും തുടങ്ങിയ വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? സാറേ ഞാൻ അറിയാതെ ഒന്നും ചെയ്തിട്ടില്ല സാറേ. അത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. സീലിയനുള്ള പാവപ്പെട്ട കടയാണ് സീലേര് സാറേ. എനിക്കൊന്നും ചെയ്യാൻ സാർ സാർ എന്തെങ്കിലും ചെയ്യണം സാറേ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാർ എന്തെങ്കിലും ചെയ്യണം സാറേ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് സാറേ പറഞ്ഞില്ലേ? സാർ എന്തെങ്കിലും ചെയ്യണം സാറേ. സാർ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, അല്ല സാറേ, സാറിന് എത്ര മക്കളാ? എനിക്ക് 5. 5. സാറേ എലി എറിഞ്ഞ ഈ ബോണ്ട് 3 ബോണ്ടങ്ങൾ പൊഞ്ഞിട്ടാ സാറിന്റെ മക്കൾ കൊണ്ടുപോയി കൊടുക്കൂ. സാറായിട്ട് ഒരു 5 രൂപ തന്നാ മതി. നീയൊക്കെ പഠിച്ചതേ പാടും. സാർ സാർ ഒരു മിനിറ്റ്. ഈ എണ്ണ സാറിന് 500 രൂപ തരുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാ. ഈ എണ്ണം തെറ്റുകാരനാണെങ്കിൽ സാറും തെറ്റുകാരനാ. സാറും പഠിച്ചതേ പാടൂ. പഠിച്ചതേ പാടൂ.